കൊച്ചി വന്നു കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവ് കാണിക്കണ്ടേ അല്ലേ? അതാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലാണുള്ളത്. നിതീഷിനെ കൊണ്ട് മറൈൻ ഡ്രൈവ് കാണിക്കാൻ വന്നതാണ്. ഇവിടുത്തെ കോമഡി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടുത്തെ നാറ്റം അടിച്ചിട്ട് ആശാൻ പറയുക കബാബിൻ്റെ മണമാണ്. ഓഹ് എന്നാ ചെയ്യേണ്ട ഇവനെയൊക്കെ. എന്നാലും ഇവിടുത്തെ നാറ്റം കണ്ടിട്ട് നീ കബാബ് എന്ന് പറഞ്ഞല്ലോ നിതീഷേ. അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ വേറെ സ്ഥലമുണ്ട്. വി ഹാവ് അനദർ പ്ലേസ് ടു സിറ്റ് ആൻഡ് എൻജോയ് ആൻഡ് റിലാക്സ് അല്ലേ? സോ ഹൗ ആർ യു ഷീത? ഇതെന്താ ഋഷിത്? ബോട്ടുണ്ടല്ലേ? നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഫോർട്ട് കൊച്ചി പോയില്ലേ? അതാണ് ഫോർട്ട് കൊച്ചി. മനസ്സിലായോ? ഇത്രയും നല്ല സ്ഥലത്ത് ഇത്രയും വേസ്റ്റ് ഒക്കെ കൊണ്ടിടാനായിട്ട് എങ്ങനെ മനുഷ്യന് മനസ്സ് തോന്നാവോ? എന്താ ചേച്ചിയുടെ പേര്? മലയാളിയാ? പിന്നെ മലയാളി അല്ല, പിന്നെ ഞാൻ മലയാളത്തിൽ സംസാരിക്കുമോ? ഹിന്ദി സംസാരിക്കുന്നവരായിരിക്കും. അതോ ഇവൻ മലയാളിയല്ല. ഞാൻ കൈ നോക്കുന്ന ആള്. ശരി, എന്റെ കൈ നോക്കിയിട്ട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? പറയൂ. ഹിന്ദിയാണ്, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ്. ഹിന്ദി വേണ്ട, ഇംഗ്ലീഷ്. ചേതാ എടുക്കണി പിടിക്ക് വാ. ചേച്ചി എന്താ ചേച്ചിയുടെ പേര്? ലക്കിറാവ്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ഇവിടുത്തെ രീതിയാണ് കമലാ മേനോ. ഞങ്ങൾ മേനോന്മാരെ കമലമ്മന്ന് വിളിക്കും. ശരി, ഓക്കെ. കമലമ്മ ചേച്ചി എന്റെ കൈ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ പറയും. ശരി, ഞാൻ ഇച്ചിരി പ്രായം കുറയ്ക്കാൻ വേണ്ടി ചേച്ചി 74 വയസ്സായി. എന്നാലും ചേച്ചിന്ന് വിളിച്ചപ്പോ ചേച്ചിക്ക് സാധാരണ എല്ലാരും അമ്മന്ന് വിളിച്ചാ പറയാ എന്നെ അത്ര പ്രായം. ശരി, അപ്പൊ കമലമ്മ പറയും. എന്താണ് പറയുന്നത്? എന്റെ നക്ഷത്രം മകയിരം. എത്ര ആയി കാണും? 36 വയസ്സായി. 37 വരെ വ്യാഴമാണ്. 37 വരെ വ്യാഴം എന്ന് പറഞ്ഞാൽ ധനയോഗം എന്നർത്ഥം. മഹാവിഷ്ണുവിന്റെ ദശാസംഖ്യ. ഇത് പാർവതി ദേവിയുടെ നക്ഷത്രമാണ്. ദേവഗണം സ്ത്രീ യോനിയിലുള്ള നക്ഷത്രമാണ്. ശരി. ഇതിന് ആൺകുട്ടികൾ വളരെ പഞ്ചപാവ എന്ന് പറഞ്ഞാൽ സ്ത്രീ യോനിയിലുള്ളവര് പാവം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉദ്ദേശിക്കും. സ്വന്തം കാര്യത്തിന് നല്ല സപ്പോർട്ടുണ്ട്. പക്ഷെ നല്ലൊരു ഭാര്യ നിങ്ങളുടെ ഭാഗ്യമാണെന്നുള്ള ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്ക് 2 വിവാഹയോഗമൊക്കെ കാണുന്നുണ്ട്. 25 കുട്ടികൾക്കുണ്ട്. ചിലർക്ക് നടക്കാറില്ല. അങ്ങ് സ്നേഹിച്ചിട്ടൊക്കെ അങ്ങ് പോകുന്നുണ്ട്. തേച്ചിട്ട് പോകും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കിപ്പം പക്ഷെ നമ്മുടെ ഹിന്ദു മാരേജ് ആക്ട് കാരണം ഒന്നല്ലേ കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാരേജ് ആക്ടിനല്ലല്ലോ ലിവിംഗ് ടുഗദർ ഇപ്പം നടക്കുന്നതൊക്കെ. അപ്പം അത് കഴിഞ്ഞു, സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ ഇത് ബുധരാശിയായ നാളാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ 4ാമത്തെ ഗ്രഹം. ആസ്ട്രോളജി അപ്പൊ ഈ ബുധൻ കറങ്ങാതെ കിടക്കുന്നു. സൂര്യന്റെ അമിതമായ ഹീറ്റ് കൊണ്ട് ബുധൻ കറങ്ങാതെ കിടക്കും. അപ്പൊ ഈ വ്യാഴം കംപ്ലീറ്റ് റൊട്ടേഷൻ ഇല്ല. വീല് കറങ്ങിയില്ലെങ്കിൽ വണ്ടി ഓടില്ലല്ലോ. അപ്പം വ്യാഴം ഇങ്ങനെ കറങ്ങാതെ കിടക്കുമ്പോൾ ചില സമയം നിങ്ങൾക്ക് കിട്ടിയതൊക്കെ നഷ്ടപ്പെടും. തീർച്ചയായും സ്വാഭാവികമാണല്ലോ. ഇത് ജ്യോതിഷം പറയുന്ന ബുധനും വ്യാഴവും കൂടെ വഴക്കെന്ന എടുക്കേണ്ടാന്ന് തോന്നിയോണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വ്യാഴത്തിൽ കിട്ടിയത് നഷ്ടപ്പെടാതെ നോക്കണം. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച നോൺ വെജ് കൂട്ടാതെ കൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോവുക. ഇപ്പൊ 37 വയസ്സ് വരെ ഉണ്ട്. 21 തുടങ്ങുന്ന 16 വർഷമാണ്. 37 വയസ്സ് വരെ ഉണ്ട്. രാഹുവായിരുന്നു. അത് നിങ്ങൾക്ക് വളരെ കുറവേ ഉള്ള നിങ്ങളുടെ മൃഗസർപ്പമാണ്. വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ രാഹു. വ്യാഴം ഗുണമുണ്ട്, ഇങ്ങനെ നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അത് മതി. ശനി നിങ്ങൾക്ക് നല്ലതാണ്. പാർവതി ദേവിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞില്ല. ശനിയാണ് 39 തൊട്ട് ചേച്ചി പറഞ്ഞ രാഹുൽ ഞാൻ കുറെ അനുഭവിച്ചായിരുന്നു. നന്നായിട്ട് അനുഭവിച്ചു. നഷ്ടം ജയിൽവാസം കിട്ടിയില്ല. ജയിൽവാസം വരാഞ്ഞത് നിങ്ങളുടെ മൃഗസർപ്പമാണ്. അതുകൊണ്ടാണ് സർപ്പത്തിന്റെ തലയാ രാഹു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കുറവേ കിട്ടിയുള്ളൂ. മറ്റുള്ളവർക്കൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ വളരെ അധികം വന്നിട്ടുണ്ട്. 12 കൊല്ലം കിടക്കുന്നവരൊക്കെ അവരെ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കാത്ത കുറ്റങ്ങൾക്ക് നിരപരാധി കൂലികൾ. ഇപ്പം പിന്നെ 37 കഴിഞ്ഞ ഇപ്പം ഗുണമില്ലെന്നല്ല, ഒരു ലെവൽ വരെ ഉള്ളൂ വ്യാഴം. അത് മതിയല്ലോ. നമുക്ക് എന്തും അധികമായാലും പ്രശ്നമല്ലേ. ശനി എന്ന് പറഞ്ഞാൽ ഒരു ദോഷമുണ്ട്. ശനി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തെ അകന്നത് വലിയ ഗ്രഹമാണ്. അപ്പം ശനി എന്ന് പറഞ്ഞാൽ കറുത്ത വസ്ത്രധാരിയായ കാക്ക വാഹനമായ ഒരു കാലിന് മുടന്തുള്ള ഒരു ഈശ്വരനാണ് ശനി എന്ന് പറയുന്നത്. അപ്പോൾ ശനി ഇങ്ങനെ കറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ശനി നടിക്കുന്ന റേസിന് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയ്ക്കാനുള്ള കഴിവുണ്ട് അതിൻ്റെ റേസിന്. അപ്പം അതിൻ്റെ ഇപ്പം അതിന് ജ്യോതിഷം പറയുന്നത് സൂര്യൻ്റെ മകനാ ശനി എന്നാണ്. എത്ര കറക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല ജ്യോതിഷം, ഒരു സയൻസ് എനിക്ക് വിശ്വാസം. അപ്പോൾ ശനി എന്ന് പറഞ്ഞാൽ ശനി അപ്പം ഈ രാവിലത്തെ ഉദയ സൂര്യൻ്റെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഉദയ സൂര്യൻ്റെ വെയിൽ കൊള്ളുന്നത് നല്ല. ഉദയ സൂര്യ കൈ നോക്കാം.
അക്ഷയ സൂര്യന്റെ വെയിൽ കൊള്ളാണ്ട് ശനിയിലുണ്ടായിരിക്കുന്ന റേസിനെ നിർവീര്യമാക്കി കളയും. ഇതേ സൂര്യന്റെ വെയിൽ. അപ്പം പിന്നെ ശനിയാഴ്ച നോൺ വെജ് കൂട്ടാതിരിക്കുക അന്ന്. ഇപ്പം വ്യാഴാഴ്ച കൂട്ടായിരിക്കാം, മഞ്ഞയുടെ വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു കൊല്ലം വ്യാഴാഴ്ച കൂട്ടായിരിക്കാം. 38 തൊട്ട് ശനിയാഴ്ച കൂട്ടായിരിക്കാം. അയ്യപ്പ സ്വാമിക്ക് നീരജനം നവാക്ക് തേങ്ങ സെയിം ഇഫക്റ്റ് തൊട്ട് ഹനുമാൻ സ്വാമിക്ക് കഴിക്കുക അന്ന് ഒരു 38 തൊട്ട്. പിന്നെ അതിന് ഹോസ്പിറ്റലിലല്ലല്ലോ ജോലി. അപ്പൊ ഹോസ്പിറ്റൽ വാസം കൊണ്ട് ശരിക്കും നമുക്ക് വരണമെന്നില്ല, ആർക്കെങ്കിലും പോയി നിന്നാലും മതി. അങ്ങനെ ഒരു ദോഷമുള്ള ഇന. പിന്നെ നല്ല അടിപൊളിയൊന്നും അല്ലാത്ത കുട്ടിയായതുകൊണ്ട് നമ്മളെ ബൈബിൾ വരുന്ന 10 കൽപ്പന ലംഘിക്കാത്തവർക്ക് ശനി വളരെയധികം ബാധിക്കുകയല്ല. കാലിനായിരിക്കും അതിന്റെ തുടക്കം വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ 4 വെച്ചിട്ട് ശ്വാസം മുട്ടല, യൂറിനറി ഇൻഫെക്ഷൻ, നടുവേദന, ഡിസ്കിനൊക്കെ അകർച്ച വരുന്നു. മാറിപ്പോൾ ആയുസൊക്കെ 90 വരെയാണ്. 99 ഉണ്ട്. സ്ത്രീകൾക്ക് അത്രയില്ല, പുരുഷന്മാർക്ക് 99. സ്ത്രീയോനിയും ജനിച്ചു വരും നക്ഷത്രത്തിന്റെ ആയുസ് 99 എന്ന് പറയും. 46, 87 വയസ്സ് വരെ ഉണ്ട്. ആരോഗ്യത്തോടെ 90 വയസ്സ് വരെ. 90 വയസ്സ് വരെ നമ്മൾ കിടന്ന് ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവരെ ആദ്യം പോകുള്ളൂ, പേടിക്കണ്ട. നിങ്ങൾക്ക് ആയുസ് കൂടുതൽ. പിന്നെ ഇത് ഹൃദയരേഖയാണ്. പഠിക്കാൻ പോയപ്പോൾ ഇച്ചിരി തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നല്ലതായിട്ടുണ്ട്. ഇതിനെ കണ്ടോ, ഇങ്ങനെ വരവുകൾ കണ്ടോ. അതാണ് ഈ ഹൃദയരേഖ അല്ലെ ഹാർട്ട് കുഴപ്പമില്ല, ക്ലിയർ അല്ല. ജോലിക്ക് കുഴപ്പമില്ല. ഇങ്ങോട്ടിറങ്ങിയാലേ പഠിത്ത ഇഷ്ടമുള്ള പഠിച്ച് ജോലി കൊണ്ട് വിദേശത്ത് പോകാതെ ഇവിടെ വിദേശത്ത് തന്നെ എന്ത് വേണമെങ്കിലും എന്തിനും യോഗമുണ്ട്. ജോലി ഇവിടെ തന്നെ കിട്ടണ ബാങ്കിലൊക്കെ വലിയ നില കിട്ടാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ വിവാഹം നടക്കാൻ ആദ്യം ഒന്ന് വന്നിട്ട് പോയി എന്നൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. ഉറപ്പിച്ചിട്ട് പോയി, അടുത്ത് വന്ന് പോയി, നടന്നിട്ട് പോകേണ്ടതായിരുന്നു. അത് നടന്നു പോയില്ല. കാരണം ഇവിടുന്ന് ബുദ്ധിരേഖ ഇവിടുന്നേ ഉള്ളു, ഇവിടുന്ന് വരുന്നതാണ് ഇവിടുന്നേ ഉള്ളു. പിന്നെ വിവാഹം കഴിഞ്ഞാൽ 2 പേർക്കും 2 സ്ഥലത്ത് കുറച്ച് നാളൊരു സ്ഥലച്ചാർത്തക്കറൊക്കെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ കൂടെ അടിയായിരുന്നു. അതെല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. അടിയില്ലെങ്കിൽ പിന്നെ കാണുന്നുണ്ട്. പിന്നെ ഭാഗ്യരേഖ ഉണ്ട്. ഭാഗ്യരേഖ ഇവിടുന്ന് തന്നെ വന്നിട്ടുണ്ട്. ഭാഗ്യമുണ്ട്. ആയുർരേഖ ഇവിടുന്ന് വരേണ്ടത് വരെ ആയുർരേഖ ഇങ്ങനെ വരണം, എങ്ങനെ വരണം. അതിന് വരെ ഇങ്ങനെ വന്നുകൊണ്ട് ആയുസിന് പ്രശ്നം വരേണ്ട ഒരു സന്ദർഭങ്ങൾ കഴിഞ്ഞു പോയി. ഹോസ്പിറ്റൽ വാസോ ഓപ്പറേഷൻ വരെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഭാഗ്യം, മക്കളുടെ ഭാഗ്യം, വൈഫിന്റെ ഭാഗ്യം പോലെ മാറും. പിന്നെ ശുക്രമണ്ഡലം ഉയർന്നിരിപ്പുണ്ട്, ധനയോഗമുണ്ട്, വ്യാഴമണ്ഡലം, ശനിമണ്ഡലം, ആദിത്യമണ്ഡലം. ഈ മണ്ഡലങ്ങൾ താഴ്ന്നു കിടക്കുന്ന മുത്തച്ഛമാർ ഓട്ടക്കൈ എന്ന് പറയുന്നത് ക്യാഷായിട്ടിരിക്കാൻ പറയാം. എല്ലാം ഉണ്ടാക്കും. പിന്നെ കെട്ടാലും കെടുകയല്ല എന്നുള്ളത് ഈ നക്ഷത്രം. നമ്മൾ ലെവല് ത്രാസ് പോലെ ഈശ്വരനുണ്ട്. കടവ് മുത്തപ്പന്റെ അമ്പലത്തിൽ പോയി തൊഴുക. ഇതിൽ 3 കുട്ടികൾക്കാണ് യോഗം കാണുന്നത്. ഇനി 2 കൂടെ വേണമെന്നോ ചേച്ചി പറയുന്നത്? 3 കുട്ടികൾക്ക് ഇതേ യോഗമുണ്ട്. പക്ഷെ വൈഫിന്റെ കൈക്ക് 2 1 ഉള്ള ആവറേജ് ദൈവം നോക്കുന്നുണ്ട് ബ്രഹ്മാവിൽ. അതാണ്. പിന്നെ തെളിഞ്ഞ ചന്ദ്രമണ്ഡല വീട്ടിൽ നിന്നുള്ളതെന്നാന്ന് വെച്ചാൽ കിട്ടും. പിന്നെ നിങ്ങൾ ഈ പരിചയമില്ലാത്ത ബന്ധുക്കളോ അടന്ന റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയി ഭക്ഷണമൊന്നും എനിക്കതൊന്നും വിശ്വാസമില്ല, എങ്കിലും കഴിക്കരുത് കേട്ടോ. പണ്ട് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇനി കഴിക്കരുത്. മനസ്സിലായി ചേച്ചി എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അത് പണ്ട് നിങ്ങളൊരു വല്യമ്മ ആരാണ്ട് കഴിച്ചായിട്ട്. കാരണം വെറുതെയുള്ളത് ഒരു നാക്കിൻ്റെ ദോഷത്തിൽ നിന്ന് വരുന്നതാണ്. നാവ് ദോഷം കിട്ടുന്ന ഒരു നക്ഷത്രം ഇത്. കഴിയുന്നത് ഇതുപോലെ കളറൊക്കെ ഇടുന്നത് നല്ലതാ കേട്ടോ. മഞ്ഞയുടെ കളറുകളോ മഞ്ഞ പ്രസാദമൊക്കെ തൊട്ടോട്ട് പുറത്തോട്ട് ഞാൻ നാവ് ദോഷം കിട്ടുന്ന നക്ഷത്രം. ചേച്ചി ഇത്ര നേരം പറഞ്ഞതില്ലേ ചേച്ചി മതി, ഇനി വേണ്ട. അവന്റെ കാര്യത്തിൽ ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. വേണ്ട വേണ്ട, അത് ശ്രീരാമന്റെ നക്ഷത്രമാണ്. വൈഫിന്റെ നക്ഷത്രം തന്നെ പറഞ്ഞ നന്നായി. തിരുവാതിര ചെറിയൊരു ദോഷത്തിനുണ്ട് 7 വയസ്സ് വരെ. തിരുവാതിരക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരുവാതിരയല്ല ഈ ഒരു കുട്ടിയായത്. കണ്ണുനീർത്തുള്ളി കൊണ്ട് ബ്രഹ്മാവ് നിർമ്മിച്ച നക്ഷത്രം എന്നാ പറയുന്നത്. കണ്ണുനീർത്തുള്ളി കൊണ്ട് ബ്രഹ്മാവ് നിർമ്മിച്ച നക്ഷത്രം. ഒരു കണ്ണുനീർത്തുള്ളി ബാക്കി ഒന്നും സാധിക്കാത്ത ഒരു കാര്യം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. അസുരങ്ങൾ യോനിപ്പൊരുത്തമുണ്ട്. പിന്നെ ഇതിൻ്റെ ദേവഗണം ഗണപ്പൊരുത്തം മധ്യമം. യോനിപ്പൊരുത്തമുണ്ട് ജീവിതത്തിൽ ശരിയല്ല. പിന്നെ തിരുവാതിരയ്ക്ക് ഒരുവിധം നക്ഷത്രങ്ങളൊന്നും ചേരുകയല്ല. തിരുവാതിരയുടെ അനുസരിച്ച് കണ്ടത് പിന്നെ ഷോൾഡർ വേദനയൊക്കെ വരാറുണ്ട്. ശരി മതി, നിർത്തിക്കും.
ചേച്ചി പറഞ്ഞ സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു 90% കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് പലതും ചേച്ചി പറഞ്ഞ കാര്യം തന്നെയാണ് ചേച്ചി പറഞ്ഞത്. എന്തായാലും ചേച്ചിയുടെ പേര് കമലമ്മ അല്ലേ? കമല മേനോൻ ചേച്ചി പറഞ്ഞ കാര്യം അതീവ ആണോ? 33 വയസ്സ് മരിച്ചു പോയിരുന്നു. 41 വയസ്സുണ്ടായിരുന്നു. എവിടെ വീട്? MBBS പഠിക്കുമ്പോൾ മരിച്ചു. എവിടെ വീട്? എവിടെ? എൻ്റെ വീട് തോന്നുംപടിയിലായിരുന്നു. വന്നിട്ട് 48 കൊല്ലമായിരുന്നു. എല്ലാം പോയി. ഒരാൾക്ക് വീടെന്താ കൊടുത്തിട്ട് അയാളുടെ വീട് ഒഴിവാക്കിയപ്പോൾ എൻ്റെ വീട് പോയി. കാലം കൊടുത്തതിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഓക്കെ, എന്തായാലും പരിചയപ്പെട്ട് സന്തോഷം. ചേച്ചി എപ്പോഴും ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്? ഇല്ല, ഇവിടെ മറൈൻ ഡ്രൈവ് തന്നെയാണോ ഉണ്ടാകുക? ഓക്കെ, വെരി ഗുഡ്. കാറൊക്കെ വാങ്ങിയാ? ഇതെവിടെ ആര് വാങ്ങി? ഋഷിയാണോ വാങ്ങിച്ചത്? ആരാ വാങ്ങിച്ചത്? യു ബോട്ട് കാർ ഫോർ ഹിം, നോ? നീ എന്തിനാടി അവന് കാർ വാങ്ങിച്ചു കൊടുത്തത്? കാറ്റാടി വാങ്ങിച്ചു കൊടുത്താ പോരായിരുന്നു? ഓക്കെ, അപ്പൊ ചേച്ചി കാണാം. നമ്പർ കൂടെ ഇട്ടാൽ മതി. ചേച്ചിയുടെ ഫോൺ നമ്പർ ഇടണോ? ചേച്ചിയുടെ ഫോൺ നമ്പർ പറഞ്ഞോ. 9747444656 കമലം. അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. പെയിന്റിംഗ് കാണാമേ. വാട്ട് ഈസ് ദാറ്റ്? ദിസ് ഈസ് പടക്കം. അതെ, എങ്ങനെ പൊട്ടിക്കും? ചുമ്മാ താഴെയിടാ, ഞാൻ കാണിച്ചു തരാം. അത് ശരി, അത് ശരി, അതാണ് സംഭവം. അതിന് മറ്റേ തോക്ക് വേണ്ടേ? വേണ്ട, പിന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീട്ടിൽ പോയി പൊട്ടിക്കാം. അത് നല്ല തറയിലിട്ടാലേ പൊട്ടുള്ളൂ. ഇങ്ങനത്തെ മണ്ണിലിട്ടാ പൊട്ടുവോ? ഇല്ല. അത് നമുക്ക് ഫ്ലാറ്റിൽ പോയി പൊട്ടിക്കാം. നീ അത് പോക്കറ്റിൽ വെക്കാനോ? നീ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കും. ഇല്ല. എടാ സ്ട്രോളർ മേഡം, നീ ഇങ്ങോട്ട് വന്നേ. എന്നാ നീ അവിടെ നിന്ന് ഞങ്ങൾ പോവാം. അതേ മാടി, നമുക്ക് പോവാം. ഈ നരുവേലത്ത്, പൊള്ളുന്ന വെയിലത്ത് സുജിത്ത് ഭക്തൻ നമ്മളെ കാണിക്കാൻ വന്നിരിക്കുന്നത് ബ്രോഡ്വേയിലെ കടകളാണ്. രാത്രി പാതിരത്തേക്കല്ല, വൈകിട്ട് വരണം. ഒന്ന് വെയിൽ താന്ന് കഴിഞ്ഞിട്ട്. ഇത് പൊള്ളുന്ന വെയിലാ മാൻ. വാട്ട് ആർ യു സേയിങ്? വെരി ഹോട്ട്. അപ്പൊ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ബ്രോഡ്വേയിലാണ്. നിതീഷിന് കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങിച്ചു. You want spices? No. Carry for me headache then. Carry for me headache. Only one shirt I'm carrying from Mangalore. Just imagine. I don't want to carry any. ഇവൻ ആകെപ്പാട് 2 ഷർട്ട് ഒരു നിക്കറും കൊണ്ടാണ് വന്നേക്കുന്നത്. എന്നിട്ട് എന്റെ നിക്കർ എടുത്തിട്ടിരിക്കുന്നത്. What do you say? Minimalistic. അപ്പൊ ഇവിടെ കുറേ കടകളുണ്ട്. നിങ്ങൾക്ക് നല്ല റേറ്റിൽ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടുള്ള കടകളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് നല്ല റേറ്റിൽ തുണികൾ കിട്ടും ഇവിടെ. കരിക്ക് കുടിക്കാന്ന് പറഞ്ഞിട്ട് മോനും അപ്പനും ബഹളമാണ്. എന്താ ഋഷി ഇത്? കരിക്കോളം കുടിക്കാൻ പോവാണോ? ഋഷി ഫുൾ കുടിക്കുവോ? കരിക്കൊക്കെ സെറ്റാക്കി വെക്കുന്നത് നമ്മൾ തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാമോടൊക്കെ കരിക്ക് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു തണുപ്പിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കും അല്ലേ? കുടിച്ചോട്ടോ. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇസ് ഇറ്റ് ഗുഡ്? കോൺസെൻട്രേഷൻ ഇഷ്ടപ്പെട്ടോ? വരുന്നില്ലേ? വരുന്നുണ്ട്, കുടിച്ചോ. The first time they started giving paper straw. Before and all, they should give like plastic straw. Plastic straw and all is gone. High time they changed. It's long time since. Actually, paper straw also in Mangalore there was an initiative called Kiss the Bonda. So in Mangalore we say coconut as Bonda, and they made an initiative like Kiss the Bonda, like kiss like this and drink, you know, without straw or anything. Like an initiative, healthy. ഇവിടെ വഴക്ക രണ്ടും കൂടെ. ഞങ്ങൾ ഈ വഴി പോയപ്പോൾ ഞങ്ങൾ നെക്സസിൽ കയറിയതാണ്. ഇത് കണ്ടോ? ഇതെന്താ സാധനം? എന്താണത്? കൊച്ചിനെ പേടിപ്പിക്കരുത് കേട്ടോ. എന്താണ്? പാമ്പ്. എന്താ? സ്നേക്ക്. കണ്ടോ? അപ്പനും മോനും പാമ്പ് പേടിയാ. സ്നേക്ക്. തൊടണോ? തൊട്ട് നോക്ക്. ചുമ്മാ തൊട്ട് നോക്കി. ഇത് മറ്റേ പണ്ടത്തെ അത് സാധനമല്ലേ? വലുതായത്. തൊട്ട് നോക്കണം. നിക്ക് കാണിക്ക, ഞാനൊന്ന് തൊടട്ടെ. എനിക്ക് വേണ്ട. നല്ല തണുപ്പുള്ള സാധനമായത്. നിങ്ങൾ എന്തോ ഈ പറയുന്നത്? അതൊന്നും വേണ്ട, ഞാൻ കൈ കൊണ്ട് തൊടത്തേ ഉള്ളൂ. എന്റെ മേത്തൊന്ന് വെക്കരുത്. തലയിലൊന്നും ഞാൻ തൊടും. ഞാൻ വേണ്ട, അത് ചുറ്റും വേണം. എനിക്ക് പേടിയാ. Do you want? He will. They have taken the venom, no? Yeah, they have taken the venom, no? തിരിച്ച് അതിന് വെനമൊന്നും ഇല്ലടാ. പെട്ടാണ്. That is a pet. But they have taken the venom, no? There is no venom, I guess. നീ എന്തിനാണ് പേടിക്കുന്നത്? അത് അവന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ. നീ തൊട്ട് നോക്ക്. എന്നാ തൊട്ട് നോക്കണേ.
താഴെ വീട്ടിൽ ഞാൻ പോയിട്ട് വരാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഫോൺ വരുമ്പോൾ പറ, ഞങ്ങൾ വരാം. ഞങ്ങൾ ബ്രോഡ്വേയിൽ വന്നതാ, ഇവൻ ജപ്പാനിൽ നിന്ന് വന്നതാ. വീഡിയോ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരെ കറക്കാൻ വേണ്ടി കൊണ്ടുവന്ന. യെസ്, അപ്പോൾ നമ്മൾ നടന്ന് വീണ്ടും മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തെത്തി. ഞങ്ങൾ ക്രോസ് ചെയ്ത് പെന്നാമേനകയിലൂടെ കയറി ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ ഈ സ്വിസ് ടൈം ഹോസ്പിറ്റലിൻ്റെ ബിൽഡിംഗ്, ഫെഡറൽ ബാങ്കിൻ്റെ ബിൽഡിങ്ങിൽ ഇന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ തിരിച്ച് കാറ് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ ബഹളമാ അപ്പനും മോനും. നമ്മളിപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ സ്ഥലമാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് മുഴുവനായിട്ട്. പിന്നെ നേവൽ ബേസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിന് പൈസ കൊടുക്കണം. ഇതിനകത്തു നിന്നാണ് ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകളൊക്കെ പോകുന്നത്. പിന്നെ കുറേ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറേ ഗവൺമെൻറ് ഓഫീസുള്ള വെയർ ഹൗസുകൾ. പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുണ്ട്, അബാൻഡൻഡ് റെയിൽവേ സ്റ്റേഷൻ. ബുഡ്ബിഡ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. പീപ്പിൾ ഫ്രം ഹിയർ ടു ലക്ഷദ്വീപ് they go from here. Lakshadweep ferry starts from here. Not the ferry, the ships and all this. Oh yeah. Hi Buddha. And it's completely functional. Every day it goes. Yeah, it goes every day. Oh wow. എത്ര ചേച്ചി? 15. താങ്ക് യു. 15 രൂപ. ഇതുപോലൊരു സ്ഥലം ഇത് എറണാകുളം നഗരഹൃദയത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്ത് അടിപൊളിയാ അല്ലേടി? റൺവേ പോലെ കിടക്കണ റോഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അത്യാവശ്യം പറപ്പിച്ച് വണ്ടി ഓടിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം. പിന്നെ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കരുത്, അപ്പുറത്തൊക്കെ നേവിക്കാരുടെ സ്ഥലമാണ്, അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വെടിവെച്ചിടും എന്ന് പറഞ്ഞ് മതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഡോണ്ട് ഗോ ദെയർ. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വരാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊക്കെ വരിക, കാണുക, പോവുക. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊച്ചിൻ ഹാർബർ ടെർമിനസ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 1943 ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ ഇവിടെ സ്ഥാപിതമായത്. അതിനുശേഷം 2011 ഇത് ലിറ്ററലി സ്റ്റോപ്പായി എന്ന് തന്നെ പറയാം. നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും വലിയൊരു കെടുകാര്യസ്ഥതയായിട്ട് നിൽക്കുന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സംഭവം ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. ഈ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് നമ്മുടെ പണ്ടത്തെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ കപ്പലുകൾ വരുന്ന സ്ഥലം, തുറമുഖം, അതായത് ലക്ഷദ്വീപിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കപ്പലുകൾ വരുന്ന ആ സ്ഥലം, അതിവിടെ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. ഇതിനകത്തൊരു ബസ് സ്റ്റാൻഡുണ്ട്, ഇതിനകത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇങ്ങനൊരു സ്ഥലം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ വേറെ എവിടെയോ ഉണ്ടെന്ന്. ഒരു ഐലൻഡ്, ആ ഐലൻഡിൽ തുറമുഖം, അതായത് ഐലൻഡിൽ കപ്പലുകളും ബോട്ടുകളും വരുന്ന സ്ഥലം. ലക്ഷദ്വീപ് അടക്കം പല സ്ഥലങ്ങളിൽ നിന്ന് കപ്പലുകൾ പോകുന്നു ഇവിടേക്ക്. പല സ്ഥലങ്ങളിലേക്ക് ബോട്ട് സർവീസുകളുണ്ട്, ജങ്കാർ സർവീസുകളുണ്ട്, ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു എയർപോർട്ട്, പിന്നെ ബസ് സ്റ്റാൻഡ്, ഇതെല്ലാമുള്ള ഈ ഒരു ഐലൻഡ്, ഒട്ടും ജനസാന്ദ്രതയില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഐലൻഡ്. ആ ഐലൻഡിൽ ഇവിടെ ഒരു കോപ്പും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കെടുകാര്യസ്ഥത തന്നെയല്ലേ? അതെന്തോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അകത്തേക്ക് പോവാം. അപ്പോൾ കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ, ഇത് ശരിക്കും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു സ്റ്റേഷനാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എല്ലാം ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ നിലവിൽ. പണ്ട് ഇവിടെ നിന്ന് ട്രെയിനുകളൊക്കെ പോയിക്കൊണ്ടിരുന്നതിൻ്റെ ടൈം ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഷൊർണൂർ കൊച്ചിൻ, കൊച്ചിൻ ഷൊർണൂർ രാവിലെ 8:45 ട്രെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഒരു എൻക്വയറി കൗണ്ടറും പിന്നെ ഒരു അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവങ്ങളൊക്കെ കാണാം. അങ്ങനെയുള്ള കൗണ്ടേഴ്സും മറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്താ അല്ലേ, എന്തുവാടി ഇത് കംപ്ലീറ്റ് ഇത് ട്രാക്ക് പോലും കാണാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവിടെയൊക്കെ ഇത് പിടിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നമ്മൾ വിയറ്റ്നാമിൽ പോകുമ്പോൾ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ട്രെയിൻ മാർക്കറ്റുകൾ, എന്താ മുത്തേ, ട്രാക്കും ട്രെയിനും ഇല്ല എന്ന് അവൻ പറയുന്നത് കേട്ടോ. ട്രാക്കും ട്രെയിനും ഇല്ല എന്ന്. പാവം. ഓരോ ട്രെയിനുകൾ ഇങ്ങനെ മാർക്കറ്റിലൂടെ വരുന്ന കാണാനായിട്ട് ടൂറിസ്റ്റുകൾ ഒഴുകി എത്തുന്നു. അതുപോലെ ഫുഡ് സ്ട്രീറ്റുകൾ. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്ക്, ഇവിടെ വണ്ടി വന്നാൽ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ ഉണ്ട്. ജനം വരട്ടെന്നേ, ഇത് ആളുകൾ ടൂറിസ്റ്റുകൾ വരട്ടെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക്. ശരിക്കും ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോഴത്തേക്കിനും കൊച്ചിൻ പോർട്ട് അതോറിറ്റിക്ക് അതിൻ്റെ വരുമാനം വരും. റെയിൽവേ ഇത് നിങ്ങൾക്ക് ഇത് വെറുതെ അടച്ചിട്ടിരിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും ലീസിന് കൊടുക്കുക ഈ സ്ഥലം, ഇല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കുക. നിങ്ങൾക്ക് നടത്താമെങ്കിൽ നിങ്ങൾ റെൻറ്റിന് കൊടുക്കുക. ഇവിടെ കുറേ ഫുഡ് കോർട്ടുകളും അതുപോലെയുള്ള പല സംഭവങ്ങളും സൂവനീർ ഷോപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ ക്രൂസ് ട്രിപ്പുകൾ വരുമ്പോൾ അവർക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആഘോഷം, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊച്ചിയിലും സമീപ പ്രദേശത്തും ഫോർട്ട് കൊച്ചിയിലും അവിടെയൊക്കെ ഉള്ള ആളുകൾക്ക്, അവിടെയൊക്കെ പോകുന്ന ആളുകൾക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ
അവർക്ക് ജോലിക്കുള്ള സാധ്യതയുണ്ട്. എത്ര ആളുകൾക്ക് ജോലി കിട്ടും, എത്ര ടൂറിസ്റ്റുകൾ വരും, എന്തോരം വരുമാനം ഉണ്ടാക്കാം. ഇവിടെ അങ്ങനത്തെ എന്തൊരു സംഭവങ്ങൾ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെ നശിച്ചു കിടക്കുന്ന കാണുമ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് അല്ലേ? ഇത്ര നല്ലൊരു ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ. ഇറ്റ്സ് വെരി ബാഡ്. ഐ ഫീൽ വെരി ബാഡ് ഫോർ ദിസ്. അത് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് സൂക്ഷിച്ച് കിടക്കുകയും ചെയ്യും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും. അതെ, ഇപ്പൊ ഇവിടെ പലതും നേവിയുടെ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റൂട്ട് ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുന്നതിന് നേവിയുടെ എന്തൊക്കെയോ പെർമിഷൻ കിട്ടായ്മയോ ബുദ്ധിമുട്ടുകളോ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ നേവിയുടെ ഭാഗത്തു നിന്നുകൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എന്നിരുന്നാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ ഒന്ന് കനിഞ്ഞ് എന്താ പറയുക മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പറ്റുന്ന കൊച്ചിയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പുറത്ത് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഓരോ വെയർ ഹൗസുകളാണ്. സ്വകാര്യ കമ്പനികളുടെയും അതേപോലെ തന്നെ പല കമ്പനികൾക്കും പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന വെയർ ഹൗസുകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ധാരാളം ഇപ്പം ഞങ്ങൾ വന്ന പോലെ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സിനിമ ഷൂട്ടിങ് പിന്നെ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ നടക്കാറുണ്ട്. നമ്മൾ പല സിനിമകളിലും ഈ സ്ഥലം കണ്ടിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നാളെ എന്തെങ്കിലുമൊക്കെ ആയി മാറുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ദിസ് ഇസ് കൊച്ചിൻ ഹാർബർ ടെർമിനസ് സ്റ്റേഷൻ. കണ്ടോ ബോർഡ് കണ്ടോ? ഇവിടെ ഇപ്പോൾ പാമ്പും പഴുതാരയും അതേപോലെ തന്നെ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. കള്ളുപിടി സംഭവങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ പലതും നടക്കുന്നതായിട്ടൊക്കെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുപ്പിയും ഗ്ലാസും സംഭവങ്ങളൊക്കെ കണ്ടു. എന്താല്ലേ, എത്ര നല്ല സ്ഥലമല്ലേ ഈ സ്ഥലം. ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഐ ഫീൽ വെരി സാഡ്. എന്തായാലും ഈ വീഡിയോ കാണുന്ന അധികാരികളൊന്ന് കണ്ണ് തുറക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുക. ഇവിടെ റെയിൽവേ ട്രാക്ക് പോലും കാണാത്ത രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ നമുക്കിതൊക്കെ ശരിക്കും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോക്കൽ ടൂറിസം വളരെയധികം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്ര നല്ലൊരു സ്ഥലം, ഇത്ര നല്ലൊരു ഏരിയ. ഇത് റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, ഈ വില്ലിംഗ്ടൺ ഐലൻഡ് മൊത്തത്തിൽ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ബോട്ട് കണക്ടിവിറ്റി ഉണ്ട്, ബസ് കണക്ടിവിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. കൂടുതലായിട്ട് ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ്സ് എടുത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാവും, ആ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാർ. കാരണം നാളെ ലോകം പറയും ഇന്ന ആൾക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ആയതെന്ന്. സ്റ്റേഷൻ മാനേജറുടെ ഒരു മുറി ഇവിടെ ഉണ്ട്. എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. Everything is closed. How is this place? Nice. I wish they did more to this place. Yeah. ഇവിടെ ഇപ്പോൾ റെയിൽവേയുടെ ഒരു കൗണ്ടറുണ്ട്. അൺറിസർവ്ഡ് ടിക്കറ്റ് അല്ല, മറ്റേ റിസർവേഷൻ കൗണ്ടർ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. പാസഞ്ചർ സീക്കിംഗ് തത്കാൽ റിസർവേഷൻ ആർ റിക്വസ്റ്റഡ് ടു സ്റ്റാൻഡ് ഇൻ എ സിംഗിൾ ക്യൂ വിത്ത് ഫിൽഡ് അപ്പ് ആപ്ലിക്കേഷൻ ഫോംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തത്കാലൊക്കെ എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ടല്ലേ. അടിപൊളി. ഇവിടെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ റെയിൽവേയുടെ റിസർവേഷൻ കൗണ്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഋഷി, റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? അവിടെ ട്രാക്ക് കണ്ടോ? ട്രെയിൻ കണ്ടോ? ആ പാവം, ഇതാണ് അവസ്ഥ. ട്രെയിനും ഇല്ല, ട്രാക്കും ഇല്ല. ട്രാക്ക് ഉണ്ട്, കാട് മൂടി കിടക്കുകയാണ്. സാരമില്ല കേട്ടോ, ഇനി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു തരാമേ. വേറെ റെയിൽവേ സ്റ്റേഷനിൽ പോകാം കേട്ടോ. അവിടെ ഇരിക്കും. ഞങ്ങളെ ഇവിടെ ഇതിനകത്ത് ഒരു മർച്ചൻ്റ് നേവി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ ഇവിടെ അകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്പൺ ടു പബ്ലിക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് എഴുതി ഇങ്ങോട്ട് വന്നതാണ്. ഫുഡ് കഴിക്കാം, ബാബാ ഇങ്ങോട്ട് പോയി. ഇവിടെ ഇങ്ങോട്ട്. റെസ്റ്റോറൻറ്റ് കൊച്ചിക്കാരി, മർച്ചൻ്റ് നേവി ക്ലബ്ബ് കൊച്ചിൻ. കൊള്ളാല്ലേ, നൈസ്. ഇങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണെന്നറിയാമോ ഈ വെല്ലിംഗ്ടൺ ഐലൻഡ്. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഫുഡ് ഫ്രം ഹിയർ. ഇതിനകത്ത് മേളിൽ റൂംസ് ഒക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഞങ്ങളിവിടെ കയറി ഒരു ചിക്കൻ ബിരിയാണി, വെജ് നൂഡിൽസ്, അല്ല വെജാണോ, വാട്ട് നൂഡിൽസ്? ചിക്കൻ നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയൻ, ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. ചെറിയ സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ച് ഇറങ്ങി. നമ്മളിനിയിപ്പോൾ കുമ്പളങ്ങി ഭാഗത്തേക്ക് പോവാണ്. ഇപ്പോൾ സമയം 3:15. ദിസ് ഈസ് എ പെർഫെക്റ്റ് ടൈം ടു വിസിറ്റ് കുമ്പളങ്ങി. വി ആർ ഗോയിങ് ഫോർ എന്താ പറയുക, സീനിക് ഡ്രൈവ്.